കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. സൈക്കോളജി കേട്ടറ്റ് LP-UP സിലബസിൽ വരുന്ന സൈക്കോളജിയുടെ പാർട്ട് 3 ആണിത്. പാർട്ട് 1ലും 2ലും ആയിട്ട് നമ്മൾ സൈക്കോളജിയുടെ ബേസിക്സ്, സൈക്കോളജി എന്ന ടേം, അതുപോലെ സൈക്കോളജിയുടെ ഡെഫിനിഷൻ, ഓരോ മനഃശാസ്ത്രജ്ഞർ കൊണ്ടുവന്ന ഡെഫിനിഷൻസ്, പിന്നെ പാർട്ട് 2ൽ കേവലം മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം എന്താണെന്നും അതിൽ ഉൾപ്പെടുന്ന പഠനശാഖകൾ എന്താണെന്നും ഡിസ്കസ് ചെയ്ത് ഇന്ന് മനഃശാസ്ത്ര ചിന്താധാരകൾ, വ്യത്യസ്ത മനഃശാസ്ത്രജ്ഞർ സൈക്കോളജിയിൽ നടത്തിയ പഠനങ്ങളും അവർ കൊണ്ടുവന്ന കൺക്ലൂഷൻസ്, അവരുടെ വാദങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. മനഃശാസ്ത്ര ചിന്താധാരകൾ, വ്യത്യസ്ത മനഃശാസ്ത്രജ്ഞരുടെ ചിന്താധാരകളാണ് പഠിക്കുന്നത്. ഘടനാവാദം ഒന്നാമത്തതാണ്. ഘടനാവാദം. ഘടനാവാദം അറിയപ്പെടുന്ന മറ്റു പേരുകൾ. ചോദ്യങ്ങളിലൂടെ മുഴുവൻ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഘടനാവാദം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഘടനാവാദം, സംരചനാവാദം. ഘടനാവാദം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഘടനാവാദം, സംരചനാവാദം. ഘടനാവാദം എന്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്? മനസ്സിൻ്റെ ഘടനയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വാദമാണ് ഘടനാവാദം. ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വില്യം വോണ്ട്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വോണ്ടാണ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? വില്യം വോണ്ടാണ്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം വോണ്ടാണ്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം വോണ്ടാണ്. ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആര്? വില്യം വോണ്ട്. വില്യം വോണ്ടാണ് ഘടനാവാദം കൊണ്ടുവരുന്നത്. ഇദ്ദേഹമാണ് മനഃശാസ്ത്ര പരീക്ഷണം എന്ന ഈ തീം കൊണ്ടുവരുന്നതും പരീക്ഷണശാല സ്ഥാപിക്കുന്നതും ചെയ്യുന്നത് ആരാണ്? വില്യം വോണ്ടാണ്. എവിടെയാണ് വില്യം വോണ്ട് മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച വർഷം? 1879. 1879 വില്യം വോണ്ട് മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. വില്യം വോണ്ട് മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെ? ലിപ്സിക് യൂണിവേഴ്സിറ്റി, ജർമ്മനിയിലെ ലിപ്സിക് യൂണിവേഴ്സിറ്റിയിലാണ് മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് ഘടനാവാദം. ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? വില്യം വോണ്ട്. ഘടനാവാദം, സംരചനാവാദം എന്നും ഇത് അറിയപ്പെടുന്നു. മനസ്സിൻ്റെ ഘടനക്കാണ് പ്രാധാന്യം നൽകുന്നത്. വില്യം വോണ്ടാണ് ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ്, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നും വില്യം വോണ്ട് അറിയപ്പെടുന്നു. ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കുന്നത് വില്യം വോണ്ടാണ്. വില്യം വോണ്ട് ആദ്യ പരീക്ഷണശാല സ്ഥാപിച്ചത് 1879 ജർമ്മനിയിലെ ലിപ്സിക് യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ധർമ്മവാദം. ധർമ്മവാദം എന്ന് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ധർമ്മവാദം, പ്രകാര്യാത്മ മനഃശാസ്ത്രം. ധർമ്മവാദത്തിൻ്റെ മറ്റു പേരുകളാണ് ധർമ്മവാദവും പ്രകാര്യാത്മ മനഃശാസ്ത്രവും. ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? വില്യം ജെയിംസ്. ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? വില്യം ജെയിംസ്. ധർമ്മവാദത്തെക്കുറിച്ച് പഠനം നടത്തിയ മറ്റു മനഃശാസ്ത്രജ്ഞരാണ് വില്യം ജെയിംസ്, ഹാർവി കാർ, ജോൺ ഡ്യൂയി. ധർമ്മവാദത്തെക്കുറിച്ച് പഠനം നടത്തിയ മറ്റു ശാസ്ത്രജ്ഞരാണ് വില്യം ജെയിംസ്, ഹാർവി കാർ, ജോൺ ഡ്യൂയി. അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? വില്യം ജെയിംസ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വോണ്ട്. അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് വില്യം ജെയിംസ്. പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി ആരുടെ പുസ്തകമാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ആരുടെ രചനയാണ്? വില്യം ജെയിംസിൻ്റെതാണ്. അപ്പോൾ സെക്കൻഡ് വൺ, ധർമ്മവാദം. ധർമ്മവാദത്തിൻ്റെ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ധർമ്മവാദം, പ്രകാര്യാത്മ മനഃശാസ്ത്രം. ധർമ്മവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം ജെയിംസ്. ധർമ്മവാദത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞരാണ് വില്യം ജെയിംസ്, ഹാർവി കാർ, ജോൺ ഡ്യൂയി.
അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസിൻ്റെ ബുക്കിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. ദെൻ തേർഡ്, സമഗ്രതാവാദം. സമഗ്രതാവാദം പറയുന്നത് നമ്മളൊരു വ്യക്തിയെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു സ്വഭാവം അല്ലെങ്കിൽ പ്രത്യേക ഒരു രീതി മാത്രം പഠിക്കാതെ അയാളുടെ മൊത്തത്തിൽ സമഗ്രമായിട്ട് പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് സമഗ്രതാവാദം അല്ലെങ്കിൽ ജസ്റ്റാൾട്ടിസം. സമഗ്രതാവാദത്തിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. സമഗ്രതക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വെർത്തിമർ. സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വെർത്തിമർ. സമഗ്രതാവാദത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞർ വെർത്തിമർ കൂടാതെ വെർത്തിമർ, കാഫ്ക, കോഹ്ലർ, കർട്ട് ലെവിൻ. വെർത്തിമർ, കാഫ്ക, കോഹ്ലർ, കർട്ട് ലെവിൻ. സമഗ്രതാവാദത്തിൻ്റെ കേന്ദ്ര അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യക്ഷണമാണ്. സമഗ്രതാവാദത്തിൻ്റെ കേന്ദ്ര അടിസ്ഥാനമായിട്ട് വരുന്നത് പ്രത്യക്ഷണമാണ്. സമഗ്രതാവാദം അതല്ലെങ്കിൽ ജസ്റ്റാൾട്ടിസം ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. ജസ്റ്റാൾട്ടിസം ഉപജ്ഞാതാവ് വെർത്തിമർ. മറ്റു ശാസ്ത്രജ്ഞരാണ് കാഫ്ക, കോഹ്ലർ, കർട്ട് ലെവിൻ. സമഗ്രതാവാദത്തിൻ്റെ കേന്ദ്ര അടിസ്ഥാനം വരുന്നത് പ്രത്യക്ഷണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വ്യവഹാരവാദം. വ്യവഹാരവാദത്തിൻ്റെ മറ്റു പേരുകളാണ് വ്യവഹാരവാദം ഇല്ലെങ്കിൽ ചേഷ്ടാവാദം എന്നും അറിയപ്പെടുന്നുണ്ട്. വ്യവഹാരവാദം, ചേഷ്ടാവാദം. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജെ.ബി. വാട്സൺ. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ജെ.ബി. വാട്സൺ. വ്യവഹാരവാദത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞർ ജെ.ബി. വാട്സൺ, പാവ്ലോവ്, തൊണ്ടയ്ക്ക്, സ്കിന്നർ, ഹള്ള്. ഈ മനഃശാസ്ത്രജ്ഞരെ കൃത്യമായിട്ട് പഠിക്കണം. കുറച്ച് മനഃശാസ്ത്രജ്ഞരെ തന്നിട്ട് ഇവയിൽ ഏതൊക്കെയാണ് ഘടനാവാദത്തിൻ്റെ ആളുകൾ, ആരാണ് ധർമ്മവാദത്തിൻ്റെ ആൾ, ഇങ്ങനെ ഓരോ സമഗ്രതാവാദത്തിൽ ഉൾപ്പെടാത്ത മനഃശാസ്ത്രജ്ഞനാര്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. കൃത്യമായിട്ട് പഠിക്കണം. വ്യവഹാരവാദത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞർ ജെ.ബി. വാട്സൺ, പാവ്ലോവ്, തൊണ്ടയ്ക്ക്, സ്കിന്നർ, ഹള്ള്. ബിഹേവിയറിസം സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ജെ.ബി. വാട്സൺ. ബിഹേവിയറിസം സ്കൂൾ ആരുടെ ഒരാശയമായിരുന്നു? ജെ.ബി. വാട്സൻ്റെതായിരുന്നു. അപ്പോൾ വ്യവഹാരവാദത്തിൻ്റെ മറ്റു പേരുകൾ വ്യവഹാരവാദം, ചേഷ്ടാവാദം. വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജെ.ബി. വാട്സൺ. വ്യവഹാരവാദത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞരാണ് ജെ.ബി. വാട്സൺ, പാവ്ലോവ്, തൊണ്ടയ്ക്ക്, സ്കിന്നർ, ഹള്ള്. ബിഹേവിയറിസം സ്കൂൾ സ്ഥാപിച്ചത് ജെ.ബി. വാട്സൺ ആണ്. ദെൻ മാനസിക അപഗ്രഥനം. മാനസിക അപഗ്രഥന ചിന്താധാരയുടെ മറ്റു പേരുകൾ. മാനസിക അപഗ്രഥനം, മനോവിശ്ലേഷണം. മാനസിക അപഗ്രഥന ചിന്താധാരയുടെ മറ്റു പേരുകൾ മാനസിക അപഗ്രഥനം, മനോവിശ്ലേഷണം. മാനസിക അപഗ്രഥന ചിന്താധാരയുടെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. മാനസിക അപഗ്രഥന ചിന്താധാരയുടെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. മാനസിക അപഗ്രഥനം ചിന്താധാരയെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്, ആൽഫ്രഡ് അഡ്ലർ, കാൾ യുങ്. സിഗ്മണ്ട് ഫ്രോയിഡ്, ആൽഫ്രഡ് അഡ്ലർ, കാൾ യുങ്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. ശ്രദ്ധിക്കണം, ആധുനിക മോഡേൺ സൈക്കോളജിയുടെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് വില്യം വൂണ്ട്. PSCക്ക് ചിലപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ വില്യം വൂണ്ട് ഉണ്ടാവാറില്ല. അങ്ങനെയാകുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ദെൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ച് ഓപ്ഷൻസിൽ വില്യം വൂണ്ട് ഉണ്ടെങ്കിൽ വില്യം വൂണ്ടും ആയിരിക്കും. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആക്ച്വലി സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം, ദ ഈഗോ, സൈക്കോളജി ഓഫ് എവരിഡേ ലൈഫ്, ബിയോണ്ട് പ്ലഷർ പ്രിൻസിപ്പിൾ, ഓൺ അഫാനിയ. മാനസിക അപഗ്രഥനം ചിന്താധാരയുടെ മറ്റു പേരുകളാണ് മാനസിക അപഗ്രഥനം, മനോവിശ്ലേഷണം.
ഇതിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മറ്റു മനഃശാസ്ത്രജ്ഞർ സിഗ്മണ്ട് ഫ്രോയിഡ്, ആൽഫ്രഡ് ആഡ്ലർ, കാൾ യുങ്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം, ദ ഇത് ആൻഡ് ദ ഈഗോ, സൈക്കോളജി ഓഫ് എവരിഡേ ലൈഫ്, ബിയോണ്ട് പ്ലഷർ പ്രിൻസിപ്പിൾ, ഓൺ അഫാനിയ. മാനവികതാവാദം. മാനവികതാവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് എബ്രഹാം മാസ്ലോ. മാനവികതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എബ്രഹാം മാസ്ലോ. മാനവികതാവാദത്തെക്കുറിച്ച് പഠനം നടത്തിയ മറ്റുള്ളവരാണ് എബ്രഹാം മാസ്ലോ, കാൾ റോജർ, ഗ്ലേസർ, കോംസ്. മാനവികതാവാദത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം. മാനവികതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് എബ്രഹാം മാസ്ലോ. മറ്റു മനഃശാസ്ത്രജ്ഞരാണ് എബ്രഹാം മാസ്ലോ, കാൾ റോജർ, ഗ്ലേസർ, കോംസ്. മാനവികതാവാദത്തിൻ്റെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം. ദെൻ ജ്ഞാനനിർമ്മിതിവാദം. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് പിയാഷെ. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ പിതാവ് പിയാഷെ. ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞരാണ് പിയാഷെ, ബ്രൂണർ, ഓസ്ബെൽ, കർട്ട് ലെവിൻ. പിയാഷെ, ബ്രൂണർ, ഓസ്ബെൽ, കർട്ട് ലെവിൻ. ജ്ഞാനനിർമ്മിതിവാദം ഉപജ്ഞാതാവ് പിയാഷെ. മറ്റുള്ളവരാണ് പിയാഷെ, ബ്രൂണർ, ഓസ്ബെൽ, കർട്ട് ലെവിൻ. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി. ഇതൊരു ജ്ഞാനനിർമ്മിതിവാദം തന്നെയാണ്. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞർ എന്ന് പറഞ്ഞുകൊണ്ട് വൈഗോട്സ്കിയും എക്സാമ്പിൾ വരുന്നുണ്ട്. പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ആളാണ് വൈഗോട്സ്കി. ഇന്ന് സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര രീതി എന്ന് പറയുന്നത് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര രീതി സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദമാണ്. ഉപജ്ഞാതാവ് വൈഗോട്സ്കി. ലാസ്റ്റ് വൺ, പ്രയോജന മനഃശാസ്ത്രം അല്ലെങ്കിൽ ഓമിക് സൈക്കോളജി. പ്രയോജന മനഃശാസ്ത്രം, ഹോമിക് സൈക്കോളജി. ഉപജ്ഞാതാവ് വില്യം മക്ഡ്യൂഗൽ. പ്രയോജന മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം മക്ഡ്യൂഗൽ. ഇത്രയാണ് ഈ മനഃശാസ്ത്ര ചിന്താധാരകളിൽ വരുന്നത്. മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങളിലൂടെ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്ത് വന്നിട്ടുണ്ട്. റിവിഷൻ ചെയ്യുക. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.